എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചരിത്രവും ബൈബിളും എന്ന ആ പരമ്പരയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇതിൽ ഞാൻ നിങ്ങളോട് ചരിത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ നന്നായിട്ട് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ബൈബിളിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ചരിത്രം എന്ന് പറയുന്ന ആ വാക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഹിസ്റ്ററി എന്ന് പറയുന്ന ആ പദം നമ്മൾക്കൊക്കെ പരിചിതമായ ഭാഗമാണ്. ചരിത്രം എന്നത് വിശാല അർത്ഥത്തിൽ നാം ജീവിക്കുന്ന ഈ ഭൂമിയിലെ മനുഷ്യന്റെ കഥ തന്നെയാണ്. അല്ലെങ്കിൽ ഹിസ്റ്റോറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ആ പദത്തെ രണ്ടായിട്ട് പിരിച്ചാൽ ഹിസ്റ്റോറി എന്ന് എഴുതുന്ന ആ സംവിധാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യന്റെ കഥ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ അവൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെ ചെയ്യുന്നു, അത് ഗുണമാവാം ദോഷമാവാം, അതൊക്കെ ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ്. മനുഷ്യൻ ഭൂമിയിൽ ആരംഭം കുറിച്ച കാലം മുതൽ ഇന്ന് വരെയോ വർത്തമാനകാലം ഭൂതകാലമായി മാറുന്ന നിമിഷം വരെയുള്ള സുദീർഘമായ വർഷങ്ങളുടെ സംഭവങ്ങൾ ചരിത്രത്തിന് വിഷയമാണ്. അപ്പോൾ ഓർക്കണം, ചരിത്രം എന്ന് പറയുന്നത് നടന്നു കഴിഞ്ഞതെല്ലാമാണ്. ചരിത്രത്തെ തിരുത്താനൊക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലരും നടന്ന കാര്യങ്ങളെ തെറ്റായിട്ട് പറയുകയും അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമല്ല. എന്നാൽ എല്ലാം ഒരു വേള റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ചില മാന്യന്മാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പച്ചവെള്ളം ചേർക്കുന്നു അല്ലെങ്കിൽ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചരിത്രം സംഭവിച്ച കാര്യമാണ്. അതിനെ ഇനി മാറ്റിമറിക്കാനൊക്കില്ല. അത് നിറവേറി കഴിഞ്ഞതാണ്. ഞാൻ അടുത്ത പറയുന്നത് അതീതകാല ചരിത്രം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി, അല്ലെങ്കിൽ സാധാരണ നമ്മളതിനെ വിളിക്കുന്നത് ചരിത്രാതീത കാലം എന്നാണ്. രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രത്തിന് മുൻപുള്ള ഭൂമിയിലെ മനുഷ്യന്റെ കഥ എന്നാണ് അതീതകാല ചരിത്രം. അപ്പോൾ ഓർക്കണം, ഭൂമിയിലെ മനുഷ്യന്റെ കഥ രേഖപ്പെടുത്തി വെച്ചത് ഹിസ്റ്ററി ആയിട്ടും അല്ലെങ്കിൽ ചരിത്രമായിട്ടും, രേഖപ്പെടുത്താൻ വേണ്ടി കഴിയാഞ്ഞ അതിന് മുൻപുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുൻപുള്ള കാലങ്ങളിൽ നടന്ന കാര്യങ്ങളെ മനുഷ്യന്റെ കഥ അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രത്തെ ആണ് അതീതകാല ചരിത്രം അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയുന്നു. അത് പല സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു വേള എൻ്റെ കഴിവുകാർ പഠിച്ചിട്ടുണ്ടാവാം. അതിദീർഘവും അതിവിദൂരവുമായ കാലഘട്ടത്തെ അതീതകാല ചരിത്രം പ്രതിനിധാനം ചെയ്യുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ഓർക്കണം, എല്ലാ ചരിത്രകാരന്മാരും ഒരു രീതിയിലുള്ള ആശയങ്ങളല്ല പറയുന്നത്. വ്യത്യസ്തമായ ആശയങ്ങൾ പറയുന്നുണ്ട്. അതിവിദൂരമായ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല, അതാണ് അതീതകാല ചരിത്രം എന്നാണ് ചരിത്രകാരന്മാർ പലരും പറയുന്നത്. അക്ഷരവിന്യാസ കലയുടെ ആവിർഭാവത്തിന് മുൻപാണ് ഈ കാലഘട്ടം എന്ന് ചില പഠിതാക്കൾ പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ അക്ഷരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയലക്റ്റുകൾ അല്ലെങ്കിൽ ഭാഷാരൂപങ്ങൾ, അത് എഴുത്തുരൂപങ്ങൾ ഒക്കെ ഇതുണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായതാണ് അല്ലെങ്കിൽ അതിന്റെ ആവിർഭാവത്തിന് മുൻപാണ് ഈ ചരിത്ര ആതീത കാലം എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ നമ്മൾ വിശദമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചാൽ അങ്ങനത്തെ ഒരു കാലഘട്ടം നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ആദ്യത്തെ ഭാഷ എന്ന് പറയുന്ന അക്കേഡിയൻ ഭാഷയാണ്. അക്കേഡിയൻ ഭാഷയ്ക്ക് ലിപി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കേഡിയൻ അല്ലെങ്കിൽ ഭാഷകളുടെ മാതാവ് എന്നാണ് അക്കേഡിയൻ ഭാഷയെ വിളിക്കുന്നത്. അപ്പോൾ അക്കേഡിയൻ ഭാഷയ്ക്ക് ലിപി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോഴുള്ള ചില നമ്മളുടെ കാടുകളിലോ അല്ലെങ്കിൽ ചില പോക്കറ്റ്സ് ഓഫ് ദ കൺട്രിയിലോ താമസിക്കുന്ന ചിലർക്ക് അവർക്ക് ലിപികളില്ല, അവർക്ക് എഴുതുവാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് പഴയ കാലത്തുള്ള ആൾക്കാർക്ക് വായനയും എഴുത്തും ശീലമില്ലായിരുന്നു എന്ന് കരുതുന്ന ചിലരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു. സംക്ഷേപിച്ചു പറഞ്ഞാൽ സംഭവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കാൻ മനുഷ്യൻ ആരംഭിച്ച കാലഘട്ടം വരെയുള്ള മനുഷ്യന്റെ കഥ അല്ലെങ്കിൽ മനുഷ്യന്റെ ചരിത്രമാണ് അതീതകാല ചരിത്രം എന്നതിന്റെ പ്രതിപാദ്യം. അപ്പോൾ ഓർക്കണം, മനുഷ്യൻ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളെയാണ് ഈ അതീതകാല ചരിത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്, ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നില്ലല്ലോ. നടന്നതിൽ ചിലതൊക്കെ അപൂർവമായ ചില കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒക്കില്ല. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അത് ചരിത്രത്തിന്റെ ഭാഗമല്ല എന്ന് വരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, രേഖപ്പെടുത്തുവാൻ കഴിയാഞ്ഞ രീതിയിലുള്ള
ചില കാര്യങ്ങൾ ഉള്ളത് ആണ്, അല്ലെങ്കിൽ അതിന് മുൻപ് നടന്ന സംഭവങ്ങൾ, അതാണ് സംക്ഷേപിക്കുവാൻ കഴിയാഞ്ഞത്, രേഖപ്പെടുത്തുവാൻ കഴിയാഞ്ഞത് ഒക്കെയാണ് ഈ അതീതകാല ചരിത്രത്തിന്റെ ഗണനയിൽ പെടുക എന്നാണ് പല ചരിത്രകാരന്മാരും പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് തെളിയിക്കുവാൻ വേണ്ടി മാർഗമില്ലെന്നുള്ളതാണ് സത്യം. കഥകളും ഊഹാഭോഗങ്ങളും ഒക്കെ ആണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആരംഭം എവിടെയാണ് എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ച് അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. മനുഷ്യന്റെ ആരംഭം എവിടെയാണ്, മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത് എന്ന് ഇപ്പോഴും തർക്കവിതർക്കങ്ങൾ നടക്കുകയാണ്. പല കഥകളും കെട്ടുകഥകളും അതുപോലെ ചമൽക്കാര പ്രയോഗങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം, കാണാം. അപ്പോൾ പല സമൂഹങ്ങളിൽ വ്യത്യസ്തമായ കഥകൾ അതിനെക്കുറിച്ചുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഒക്കെ അടുത്ത എപ്പിസോഡുകളിലെത്താം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ ബൈബിൾ ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല. ഇത് സകല മാനവരാശിക്ക് ദൈവം നൽകിയ നിയമത്തിന്റെ പുസ്തകമാണ്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ലോകത്തിലെ സകല ചരിത്രവും എഴുതുന്ന ഒരു പുസ്തകമല്ല. പക്ഷേ എവിടെയാണോ മനുഷ്യന്റെ ചരിത്രം ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ നരവംശാസ്ത്രജ്ഞന്മാരുടെ പല കണ്ടുപിടുത്തങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ചരിത്രകാരന്മാർ പറയുന്ന, സയന്റിസ്റ്റുകൾ പറയുന്ന പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലതും ഊഹാപോഹങ്ങളിൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എവിടെയാണ് ആരംഭിച്ചത്, അവന്റെ ആരംഭം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് കഥകളും ഉപകഥകളും ഒക്കെ പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്നത് ആദ്യ മനുഷ്യൻ ആദം എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ചില തെറ്റായ ധാരണകൾ പല പഠിതാക്കളുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഓർക്കണം, ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞ മനുഷ്യൻ 19-ാം നൂറ്റാണ്ടിൽ ആണ് അദ്ദേഹം പടച്ചുവിട്ട ഒരു പുതിയ തിയറി നിങ്ങൾക്കറിയാം. സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ അതിപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ നിങ്ങൾക്കറിയാമായിരിക്കാം. അദ്ദേഹം ഒരു സെമിനാരി വിദ്യാർത്ഥിയായിരുന്നു. ആ സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം അതിനിടയിൽ ഒരു 4 വർഷം അദ്ദേഹം ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 1000 മൈൽ തെക്ക് ഭാഗത്തുള്ള ഗാലപ്പഗോസ് ദ്വീപുകളിൽ അദ്ദേഹം എത്തി. അവിടെ എത്തിയപ്പോൾ അന്ന് അദ്ദേഹം കണ്ട വ്യത്യസ്തമായ മറ്റു സ്ഥലങ്ങൾ കാണാത്ത വ്യത്യസ്തമായ കുറെ ജീവികളെ കണ്ടു. ചില വ്യത്യസ്തമായ കുരുവികൾ, അതുപോലെ തവളകൾ, അങ്ങനെ തുടങ്ങിയ ജീവികളെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അങ്ങനെയാണ് ഈ പരിണാമ സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുക. അപ്പോൾ അതിന്റെ ഔദ്യോഗിക ഗ്രന്ഥം ഇറങ്ങിയത് ഓൺ ദ ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം 1864 ഡാർവിൻ പുറത്തിറക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോഴും അത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള സത്യമാണെങ്കിലും അതിപ്പോഴും തെളിയിക്കപ്പെടുവാൻ കഴിയാത്ത സിദ്ധാന്തമായിട്ട് തുടരുകയാണ്. നിങ്ങൾ ആ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ചിന്തിക്കാം, അങ്ങനെയാണെന്ന് കരുതാൻ, അങ്ങനെ ആണ് ഊഹം എന്നൊക്കെ പറയുന്ന, ഒന്നും തൊടാതെ, ക്ലിപ്തമായി പറയാതെ, കൃത്യമായി പറയാതെ, ഊഹാപോഹങ്ങൾ മാത്രം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് പരിണാമ സിദ്ധാന്തം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, അതീതകാല ചരിത്രം എന്ന് പറയുന്ന ആ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയായിട്ട് അത് തെളിയിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ എന്താണെന്ന് പറയാൻ വേണ്ടി തുടങ്ങുകയാണ്. A.W. ഗ്രീൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എഴുത്ത് ഭാഷയും ശാസ്ത്രവും ദാർശനികതയും ഒരു പ്രത്യേകതരം തൊഴിൽ വിഭാഗവും സങ്കീർണമായ സാങ്കേതിക വിദ്യയും ഭരണവിഷയമായ രീതികളും എപ്പോഴാണോ കരഗതമാകുന്നത് അപ്പോൾ മുതൽ മാത്രമാണ് സംസ്കാരം നാഗരികതയായി തീരുന്നത്. അപ്പോൾ ഓർക്കണം, സംസ്കാരം എന്ന് പറയുന്ന ആ കാര്യം ഒരു നാഗരികതയായി അല്ലെങ്കിൽ മാറണമെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, A.W. ഗ്രീൻ പറഞ്ഞതാണ്, എഴുത്ത് ഭാഷയും ശാസ്ത്രവും ദാർശനികതയും അല്ലെങ്കിൽ ഫിലോസഫിയും ഒരു പ്രത്യേക തരം തൊഴിൽ വിഭാഗവും സങ്കീർണമായ സാങ്കേതിക വിദ്യയും ഭരണവിഷയമായ രീതികളും എപ്പോഴാണോ കരഗതമാകുന്നത് അപ്പോൾ മുതൽ മാത്രമാണ് സംസ്കാരം നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ ആയിട്ട് മാറുന്നതെന്നാണ്. അപ്പോൾ ഓർക്കുക, ഇങ്ങനെയൊക്കെ
നാഗരികത ഉണ്ടാകുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് ഒരു വേള നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നാഗരികതയെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിലെ പുരാതന സംസ്കാരങ്ങൾ 4ആണ്, അല്ലെങ്കിൽ ഏറ്റവും പഴയ സംസ്കാരങ്ങൾ 4എണ്ണമാണ്. ഞാൻ അത് ഏതൊക്കെയാണെന്ന് പറയാം. ബാബിലോണിലെ ഫ്രാത്ത് നദിയുടെ സംസ്കാരം അല്ലെങ്കിൽ മെസപ്പൊട്ടോമിയ സംസ്കാരമാണ് ഒന്നാമത്തേത്. വളരെ വിശാലമായിട്ടുണ്ടായിരുന്ന സംസ്കാരം ഇന്ന് അത് ചാരം മൂടി കിടക്കുകയാണെങ്കിൽ നശിച്ചു പോയിരിക്കുകയാണ്. ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒന്നാണത്. രണ്ടാമത്തേതാണ് ചൈനയിലെ ഹൊയാഹോ നദിയുടെ സംസ്കാരം. മൂന്നാമത്തേത് ഈജിപ്തിലെ നൈൽ നദിയുടെ സംസ്കാരം. എന്ന് പറഞ്ഞാൽ നൈൽ എന്ന് പറയുന്ന ആ നദിയെ ഈജിപ്തിന്റെ ദാനം എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈജിപ്തിനെ ഫലപുഷ്ടമാക്കി കൊണ്ടുപോയിരുന്ന നദിയാണ്. അപ്പോൾ അതിന്റെ അരികത്ത് തഴച്ചു വളർന്ന സംസ്കാരം, അതാണ് ഈജിപ്തിലെ നൈൽ നദിയുടെ സംസ്കാരം. നാലാമത്തേത് ഇന്ത്യയിലെ സിന്ധു നാഗരികത, അല്ലെങ്കിൽ ഇന്ത്യയിലെ സിന്ധു നദിയുടെ സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ 4 ലോകത്തിലെ അതിപുരാതന സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ആ സംസ്കാരങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ എല്ലാ സംസ്കാരങ്ങളും തന്നെ നദികളുടെ തീരങ്ങളിലാണ് തഴച്ചു വളർന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം? ഇന്നത്തെ പോലെയുള്ള മോട്ടോർ വാഹനങ്ങളില്ല, ഇന്നത്തെ പോലെയുള്ള ടാറിട്ട് റോഡുകളില്ല, ഇന്നത്തെ പോലെയുള്ള മറ്റ് ആകാശ സഞ്ചാര സംവിധാനങ്ങളില്ല. അന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സഞ്ചരിക്കുവാൻ എളുപ്പമുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് നദികളും അതുപോലെ തോടുകളും അതുപോലെ ജലാശയങ്ങളും കടലുകളുമൊക്കെയാണ്. അപ്പോൾ അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ യാത്രാ മാർഗങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് ആ വലിയ പഴയ കാലത്തേക്ക് എത്താതെ തന്നെ എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരല്പം പഴയ സമയത്തേക്ക് നിങ്ങൾ ചെന്നാൽ ഏതാണ്ട് ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം പുറകിലേക്ക് നമ്മുടെ കേരളത്തിന്റെ രീതികളും ശ്രദ്ധിച്ചാൽ അവിടുത്തെ വഴികൾ മിക്കതും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ വീടുകളുടെ സാമീപ്യം ഉണ്ടായിരുന്നത് നദികളുടെ അടുക്കലാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സഞ്ചാരം എളുപ്പമാണ്. ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ വാഹനം സുലഭമാണ്. അപ്പോൾ വാഹനങ്ങളില്ലാത്ത വീടുകളില്ല. അത് 2 വീലറോ 4 വീലറോ എന്നൊക്കെ പറയുന്ന ധാരാളം വാഹനങ്ങൾ ഇന്ന് നമ്മൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന നദികൾ കൂടിയുള്ള യാത്ര എന്ന് പറയുന്നത് മനുഷ്യന് അത്രയും എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, എന്നാൽ കടലുണ്ട്, അതിൽ കപ്പൽ സഞ്ചരിക്കുന്നുണ്ട്. വലിയ കൈവിഭാരമുള്ള കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ, അതുപോലെ വലിയ ടാങ്കറുകൾ, അല്ല മറ്റുള്ള സംവിധാനങ്ങളുള്ള കപ്പലുകൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കരമാർഗമോ അല്ലെങ്കിൽ ആകാശമാർഗമോ കൊണ്ടുപോകാൻ കഴിയുന്ന എത്രയോ ഇരട്ടി ടൺ സാധനങ്ങൾ ഈ കടലിൽ കൂടി കപ്പൽ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഓർക്കണം, ഈ പുരാതന സംസ്കാരങ്ങൾ എല്ലാം തഴച്ചു വളർന്നത് നദികളുടെ തീരത്താണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ഓരോ സംസ്കാരങ്ങളിലും അവരവരുടെ കയ്യൊപ്പുകളും കലാകായിക വിനോദ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാം ഒന്നല്ല, ഇവർ തമ്മിൽ ആലോചിച്ച് ഇപ്പുറത്തെ പോലെയുള്ള അറിവോ അല്ലെങ്കിൽ മറ്റ് സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള എളുപ്പമാർഗങ്ങളോ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഓരോന്നിനും അതതിൻ്റെതായ, അല്ലെങ്കിൽ ഓരോ സംസ്കാരങ്ങൾക്കും അവരവരുടേതായ പ്രത്യേകത ഉണ്ടായിരുന്നു. അവരുടെ പ്രത്യേകമായ രീതിയിലുള്ള കലാകായിക വിനോദ സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ വീട് പണിയുന്ന രീതികൾ, നഗരങ്ങൾ ഉണ്ടാക്കുന്ന രീതികൾ, അതുപോലെ എഴുത്തു ഭാഷയുടെ രീതികൾ, എന്ന് പറഞ്ഞ ലിപികൾ ഉണ്ടാക്കുന്ന രീതികൾ, സംസാരിക്കുന്ന രീതികൾ, അതുപോലെ സംസ്കാരത്തിന്റെയും അതുപോലെ ഒക്കെയുള്ള രീതികൾ വളരെ വ്യത്യസ്തങ്ങളായിട്ട് ഓരോരുത്തരും കെട്ടിച്ചമച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. 1921 ആണ് അന്ന് ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരനായ ഏറ്റവും വലിയ ഭൂഗർഭശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് സിന്ധു നാഗരികത കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞാൽ സിന്ധിൽ കൂടി ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്ന കാലം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ, അന്ന് ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കുകയാണ്. അന്നത്തെ ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും 2 അല്ല 1. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലുള്ള ആ സ്ഥലത്ത് റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുവാൻ വേണ്ടി ഉള്ള പദ്ധതികൾ നടക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ മൺവെട്ടിയും മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവർ അവിടെ
ഇതാ കിളക്കുകയും മറ്റും ചെയ്യുമ്പോൾ പോട്ടറികൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അവർ കേട്ടു. അങ്ങനെയാണ് അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും ഭഗവനായ ബ്രിട്ടീഷുകാരനായ സർ ജോൺ മാർഷൽ എന്ന് പറയുന്ന ഭൂഗർഭശാസ്ത്രജ്ഞനെ അവിടെ കൊണ്ടുവന്നു. ഇതെന്താണെന്നറിയാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ ചാരം മൂടിക്കിടന്ന സ്മൃതിയിലേക്ക് മറഞ്ഞുപോയ ആ വലിയ ഇന്ത്യയുടെ പഴയ സ്വത്ത് എന്ന് പറയാൻ കഴിയുന്ന ദ്രാവിഡ സംസ്കാരം അല്ലെങ്കിൽ സൈന്ധവ സംസ്കാരം എന്നറിയപ്പെടുന്ന സിന്ധു നാഗരികത അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ഒക്കെ വിളിക്കുന്ന ആ സംസ്കാരം വെളിയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ വ്യത്യസ്തമായ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൽ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നാഗരികത എന്ന് പറയുന്നത് ആര്യന്മാരുടെ നാഗരികതയല്ല. സൈന്ധവ സംസ്കാരം അല്ലെങ്കിൽ അതിന്റെ ശില്പികളും അതിന്റെ ഉടയവരും എന്ന് പറയുന്നത് ദ്രാവിഡരാണ്. എന്ന് പറഞ്ഞാൽ ദ്രാവിഡർ അന്നിവിടെ അടിമകളായിട്ടുണ്ടായിരുന്നില്ല. പലയാവർത്തിയായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആര്യന്മാർ ഏതാണ്ട് BC 2000 മുതൽ 1500 വരെയുള്ള കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ പല ഗ്രൂപ്പുകളായിട്ട് മധ്യപൂർവേഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ പൗരസ്ത്യ പൗരാണിക ദേശം എന്നറിയപ്പെടുന്ന ആ സ്ഥല വിഭാഗങ്ങളിൽ നിന്ന് സഞ്ചരിച്ചു വന്നവരാണ് ആര്യന്മാരെന്ന് പറയുന്നത്. സെമിറ്റിക് വംശജരാണ് അല്ലെങ്കിൽ ഷേമ്യർ എന്ന് പറഞ്ഞ വിഭാഗമാണ്. അതിൽ വന്ന ചിലർ ഇറാനിലേക്ക് പോയി. അവരുടെ മതത്തെയാണ് ഐറേനിയൻ മതം എന്ന് വിളിക്കുന്നത്. അത് പിന്നീട് ഇസ്ലാമിന്റെ കടന്നുകയറ്റം നടത്തി ആ വിഭാഗങ്ങൾക്ക് വ്യത്യസ്തതയുണ്ടായി. അപ്പോൾ ഓർക്കണം, ഇന്ത്യയിലേക്ക് വന്ന ആ വിഭാഗങ്ങളുണ്ട്. അവർ ചെറിയൊരു ജനവിഭാഗമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവര് പഞ്ചാബിൽ കൂടിയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. അവിടെ തഴച്ചു വളർന്നിരുന്ന ലോകത്തിലെ തന്നെ വളരെ പുരാതനവും അതുപോലെ വളരെ സംയുക്തമായ ആ സംസ്കാരത്തിന്റെ ഉടയവരായ ദ്രാവിഡരോട് അവർ സംസാരിച്ചു. അപ്പോൾ ആര്യന്മാർ നീളത്തിൽ വലിയവരാണ്, വെളുത്ത കളറുള്ളവരാണ്, അതുപോലെ നല്ല ആരോഗ്യമുള്ളവരാണ്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ദ്രാവിഡർ കറുത്ത നിറമുള്ളവരാണ്, നീളത്തിൽ കുറിയവരാണ്, അതുപോലെ വഴക്കും ശല്യവുമില്ലാതെ ജീവിച്ചവരാണ്. അങ്ങനെയുള്ള ആ ആര്യന്മാരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന എടുത്ത് പുരയുണ്ടായിരുന്നു, അതുപോലെ മഷിക്കുളങ്ങൾ ഉണ്ടായിരുന്നു, തീർന്നില്ല, ലൈബ്രറികൾ ഉണ്ടായിരുന്നു, വളരെ വിശാലമായ രീതിയിലുള്ള വീടുകളുടെ നിർമ്മിതി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ആധുനിക രീതികളെ വെല്ലുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വളരെ വിശാലമായിട്ട് വളരെ നന്നായിട്ട് ജീവിച്ചിരുന്ന അവരെ വരുന്നവഴിയിലെല്ലാം യുദ്ധവും വഴക്കും ഒക്കെ നടത്തി വന്ന ഈ ആര്യന്മാര് അവരെ ഇവിടുന്ന് ഓടിച്ചു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശൈശവ സംസ്കാരം നിലനിന്നിരുന്ന ആ സ്ഥലത്തുനിന്ന് ഓടിച്ചു. അങ്ങനെ ആര്യന്മാരെ ഭയന്ന് അവർ തെക്കേ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആര്യന്മാര് തെക്കോട്ട് ഭാഗം ഇറങ്ങുന്നതനുസരിച്ച് വീണ്ടും തെക്കോട്ട് ഓടി. ഒടുവിൽ വന്ന് ഓടുവാൻ സ്ഥലമില്ല, 3 ഭാഗത്തും വെള്ളമാണ്. അങ്ങനെയാണ് കേരളം, തമിഴ്നാട്, അതുപോലെ കർണാടക, തെലങ്കാന, സീമാത്ര തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിൽ ദ്രാവിഡന്മാരുടെ പോപ്പുലേഷൻ കൂടുവാനുള്ള കാര്യമെന്ന് പറയുന്നത്. AD 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കേരള ചരിത്രം അനുസരിച്ച് ആര്യന്മാർ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ വളരെ വ്യത്യസ്തമായ നിലയിൽ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആ സംസ്കാരത്തിന് നാശമുണ്ടായി എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പുരാതന സംസ്കാരങ്ങളൊക്കെ തഴച്ചു വളർന്നിരുന്നു, അവയൊക്കെ സ്മൃതി മണ്ഡപത്തിലേക്ക് മറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം. ഇനി ഈ സംസ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാതൃദേവതാ സങ്കല്പം അല്ലെങ്കിൽ മദർ ഗോഡ് കോൺസെപ്റ്റ് അവർക്കുണ്ടായിരുന്നു, അതുപോലെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. ഇവിടെ സിന്ധു നാഗരികതയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതാണ്. അതിൽ വളരെ വ്യത്യസ്തമായിട്ട് നൂറുകണക്കിന് മണ്ണ് വച്ചുണ്ടാക്കിയ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലതൊക്കെ അതിൽ പുകപറ്റിയിരുന്നു, സ്മോക്ക് സ്റ്റെയിൻഡ് ആയിരുന്നു. അപ്പോൾ അത് ആരതി ഒഴിഞ്ഞതാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കും മറ്റും ഉപയോഗിച്ചിരുന്ന ദേവന്മാരും അല്ലെങ്കിൽ ദേവതകളാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് കണ്ടിരുന്ന ഒരു ശില്പമുണ്ട്. അതാണ് ഉദ്രലിംഗത്തോടുകൂടിയിരിക്കുന്ന 3 മുഖങ്ങളുള്ള പത്മാസനത്തിലിരിക്കുന്ന ആന, അതുപോലെ കടുവ, പോത്ത്, ആട് തുടങ്ങിയ ജീവകളാൽ ചുറ്റപ്പെട്ട് അലങ്കൃത ശിരോവസ്ത്രം ധരിച്ചിട്ടുള്ള പത്മാസനത്തിൽ ധ്യാനിക്കുന്ന ഒരു യോഗിയുടെ ശില്പമാണ്. ഇത് ആണ് പ്രോട്ടോശിവ അല്ലെങ്കിൽ ശിവന്റെ പ്രാഗ്രൂപമെന്ന് വിളിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് ശിവനെ ഇവിടെ ത്രിമുഖൻ എന്നാണ് ശിവന്റെ പേര്. അതുപോലെ യോഗീശ്വരൻ എന്ന്, മഹായോഗി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്റെ കേൾവിക്കാരോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ പല രീതിയിലുള്ള യോഗകൾ ഇറങ്ങുന്നുണ്ട്. ഈ യോഗ എന്ന് പറയുന്നത് ആര്യന്മാരുടെ സംഭാവനയല്ല. യോഗ എന്ന് പറയുന്നത് ദ്രാവിഡരുടെ സംഭാവനയാണ്. ഇപ്പോൾ രജയോഗയുണ്ട്, അതുപോലെ ആർട്ട് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ജീവനകലയുണ്ട്, അതുപോലെ ഹഠയോഗയുണ്ട്, ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതീന്ദ്ര ധ്യാനം. ഇങ്ങനെ വ്യത്യസ്ത പേരിൽ യോഗ സംവിധാനങ്ങൾ നടക്കുമ്പോഴും ഒരു കാര്യം തിരിച്ചറിയുക, ഈ യോഗയുടെ ശില്പികൾ എന്ന് പറയുന്നത് ആര്യന്മാരല്ല. ഇതിന്റെ ശില്പികൾ അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാക്കൾ എന്ന് പറയുന്നത് ദ്രാവിഡന്മാരാണ്. അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറയുന്നു, ശിവനെ ആരാധിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ശിവനെ ദൈവമായിട്ട് കാണാത്ത ഒരാൾക്ക് അതിന്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആ യോഗാഭ്യാസത്തിൽ പങ്കെടുക്കുവാൻ കഴിയില്ലെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ യോഗ ചെയ്യുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് മുതൽ, ആദ്യത്തെ സ്റ്റേജ് അവർ പ്രാണായാമമാണ്, ബ്രീത്ത് എക്സസൈസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബ്രീത്ത് കയറ്റുകയും ഇറക്കുകയും ചെയ്യുമെന്ന് പറയുന്ന അതാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം മുതൽ ഒരു സത്യ യേശു വിശ്വാസിക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സംസ്കാരങ്ങളിലൊക്കെ തന്നെ ഫലപുഷ്ടി ആരാധന അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കൾട്ട് എന്ന് പറയുന്നത് നടന്നിരുന്നു. അതിവിടെ ഇന്ത്യയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ നിങ്ങൾക്കറിയാമായിരിക്കാം, ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന പല സ്ഥലങ്ങളുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇത് നിലനിന്നിരുന്നു. ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും മഹാപൂർണിമ ദിവസം ഇവിടുത്തെ പോലീസിന്റെയും അതുപോലെ ഗവൺമെന്റ് അധികാരികളുടെ കണ്ടുപിടിച്ച് ഈ പറയുന്ന ദേവദാസിമാരായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. അപ്പോൾ ഓർക്കുക, ഇത് ദേവദാസിമാരെന്ന് പറയുന്നത് ശരിയായിട്ട് അർത്ഥം ശരിയാണെങ്കിലും അത് പിന്നീട് അതിന്റെ ഭാവത്തിൽ വ്യത്യാസം വന്നതാണ്. ദേവനെ പൂജിക്കുവാൻ വേണ്ടിയുള്ള വെള്ളവും അതുപോലെ ദേവന് കൊടുക്കുവാനുള്ള പുഷ്പവും ഒക്കെ ആയിട്ട് കൊച്ചു പെൺകുട്ടികളെ അമ്പലങ്ങളിലേക്ക് അയക്കും. അതിനുശേഷം അവര് ദേവന്റെ മുമ്പിൽ നൃത്തമൊക്കെ ചെയ്യും. വരുന്ന ഭക്തന്മാരും ആരാധകരും വന്ന് പോയി കഴിയുമ്പോൾ അവിടെയുള്ള പുരോഹിതന്മാരും മറ്റും ഈ പെൺകുട്ടികളെ അവരുടെ ലൈംഗിക ഇഷ്ടത്തിനോട് വിധേയപ്പെടുത്തി. അങ്ങനെയാണ് ദേവദാസിന്മാർ എന്നുള്ള പേര് വ്യഭിചാരി എന്നായത്. ഹോളി പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ അവരെ വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഈ ഹോളി പ്രോസ്റ്റിറ്റ്യൂഷനോട് ഒരുമിച്ച് വരുന്നത്? ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത രണ്ട് വാക്കുകളാണ്. വ്യഭിചാരിണിയും അല്ലെങ്കിൽ വ്യഭിചാരവും ഇതാ വിശുദ്ധിയും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്? അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഓർക്കണം, ഫലപുഷ്ടി ആരാധന അങ്ങനെ ദേവദാസിമാരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെയുള്ള ക്രിയകൾ നടത്തിയാൽ ആ വർഷം ഫലപുഷ്ടി കൂടും എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കനാലിലും മറ്റും ഉണ്ടായിരുന്ന ഫലപുഷ്ടി ആരാധനയുടെ രൂപങ്ങൾ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്ത കോലത്തിൽ വന്നിട്ടുണ്ട്. ബാൽ എന്ന് പറയുന്ന ആ ദേവൻ ഉരുക്ക് വെച്ചുണ്ടാക്കി വെച്ചത്, അതിന്റെ കൈ ഇങ്ങനെ നീണ്ടാണ്ടിരിക്കുന്നത്, അതിലേക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ അതിലേക്ക് വെച്ചു കൊടുക്കും. അതിങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കുന്ന അവസരമാണ്. അങ്ങനെ അതിന്റെ കയ്യിലിരുന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട ആ ചോരക്കുഞ്ഞ് ചാകും. അത് കാണുമ്പോൾ ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ പോകണമെന്ന് പറഞ്ഞ് ആ വർഷം ഫലപുഷ്ടി കൂടുതൽ ഉണ്ടാകും, അല്ലെങ്കിൽ കൾട്ടിവേഷൻ അവർക്ക് നന്നായിട്ട് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മുടെ ലോകത്തിൽ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭഭാഗം വരെയും ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ഒരു കാര്യമാണ് ഇത് ഇൻഫാന്റിസൈഡ് അല്ലെങ്കിൽ ശിശുഹത്യ എന്ന് പറയുന്നത്. ഇപ്പോഴും ഗവൺമെന്റിന്റെയും പോലീസിന്റെയും കണ്ടുപിടിച്ച് ശിശുഹത്യകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മനുഷ്യബലി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നരബലി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നും കേരളത്തിൽ പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പത്തനംതിട്ട ജില്ലയിൽ നടന്ന സംഭവം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലും നരബലി നടന്നു എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ പോലീസിനും മറ്റ് അധികാരികൾക്കും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഈ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ലോകത്തിലെ പല ഭാഗങ്ങൾ നടക്കുന്നു. എന്നാൽ
ഇന്ത്യയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി വന്ന വില്യം ഗേറിയെ കുട്ടിനെ ശ്രദ്ധിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അന്ന് ബംഗാളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ സ്രാവിനെ നേദിച്ച്, സ്രാവ് ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് സ്രാവിനെ നേദിച്ച് അതിനെ കടലിലേക്ക് വലിച്ചെറിയും. ഏറ്റവും കൂടുതൽ മൃഗീയമായി ഉപദ്രവിക്കുന്ന കടൽ ജീവികളിൽ ഒന്നാണ് സ്രാവ് എന്ന് പറയുന്നത്. ഈ ചോര കുഞ്ഞുങ്ങളെ അത് കടിച്ച് മുറിച്ച് തിന്നുന്ന അവസരത്തിൽ അപ്പനമ്മയ്ക്ക് സന്തോഷമാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം പ്രസാദിച്ചു, ആ വർഷം ഫലപുഷ്ടി കൂടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന മൃഗീയമായ ആ സംവിധാനത്തിന് എതിരെ പറയുകയും എഴുതുകയും, അല്ലെങ്കിൽ ദ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് മാഗസിനിൽ കൂടിയും ഒക്കെ ലോകത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് എന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികളെ മറ്റും അറിയിച്ചിരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന സലാമൂർ മിഷണറിമാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വില്യം ഗേറി, വില്യം വാർഡ്, ജോഷുവ മാഷ്മാൻ എന്ന് പറയുന്ന ആ പ്രസിദ്ധന്മാരായ മിഷണറിമാർ. അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി അന്നത്തെ വൈസ്രോയി ഡോക്ടർ വില്യം ഗേറി ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഏതാണ്ട് 1805 ശിശുഹത്യ നിരോധിച്ചത്. അപ്പോൾ ഓർക്കണം, ഇങ്ങനെ തിക്തമായ ആചാരങ്ങൾ പലതും വെച്ചു പുലർത്തുമ്പോൾ ദൈവം പ്രസാദിച്ചു എന്ന് പറയുന്ന മണ്ടത്തര ചിന്തകളിലേക്കാണ് ആൾക്കാർ പോകുന്നത്. അത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത ഒരു കാര്യം, ഞാൻ ഇതുവരെ ഈ പറഞ്ഞുകൊടുത്ത നാഗരികതയെ കുറിച്ചാണ്. തുടർന്ന് ഞാൻ പറയുന്നത് സംസ്കാരത്തെ കുറിച്ചാണ്. മനുഷ്യൻ ഒരു സാംസ്കാരിക ജീവിയാണ്. അവന്റെ സ്വന്തമായ സംസ്കാരത്തിന് പ്രതിനിധിയാണ് ഓരോ മനുഷ്യനും. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ കൾച്ചറിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന സമാനത ഇല്ലാത്ത ഗുണമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മൃഗവും മനുഷ്യനും ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നവരുണ്ട്. എന്താണ് വ്യത്യാസം എന്നൊക്കെ പറയുന്ന ധാരാളം പേര് എന്റെ കേൾവിക്കാരും കണ്ടു കാണാം. പക്ഷേ മൃഗങ്ങളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഒക്കെ മനുഷ്യനെ വളരെ വ്യത്യസ്തനാക്കി നിർത്തുന്ന കാര്യമാണ്, അവന്റെ സഹജമായ ഗുണമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളും ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംസ്കാരത്തെ തുറന്നു കാട്ടുന്നവരാണെന്ന് അറിയണം. ഇനി സംസ്കാരത്തിന് നിർവചനം ഗ്രഹാം വാലസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഭാവന അല്ലെങ്കിൽ തോട്ട്സ്, മതിപ്പ് അല്ലെങ്കിൽ വാല്യൂസ്, ലക്ഷ്യം അല്ലെങ്കിൽ ഓബ്ജക്റ്റ് എന്നിവയുടെ സ്വരൂപിക്കലും പാരമ്പര്യ വാഹകരായ ജീനുകൾ കൂടെ സ്വയമേവ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലഭ്യമാകുന്ന ജീവശാസ്ത്രപരമായ പൈതൃകത്തിൽ നിന്ന് വ്യത്യസ്തമായി ശീലത്തിലൂടെയും അഭ്യാസത്തിലൂടെയും നാം മുൻഗാമികളുടെ സാമൂഹ്യ പൈതൃകം ആർജിക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വിശാലമായ ഒരു നിർവചനമാണ് ഈ ഗ്രഹാം വാലസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റ് ഇതിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് പല കാര്യങ്ങൾ സ്വരുക്കൂട്ടിയുള്ള ഭാവന, മതിപ്പ്, ലക്ഷ്യം എന്നിവയുടെ സ്വരൂപിക്കൽ ആണ് ഒന്ന്. രണ്ടാമത്തത് പാരമ്പര്യവാഹകരായ ജീനുകൾ കൂടി അല്ലെങ്കിൽ സ്വയമേവ ലഭിക്കുന്ന ജീവശാസ്ത്രപരമായ പൈതൃകത്തിൽ നിന്ന് അല്ലെങ്കിൽ ട്രഡീഷനിൽ നിന്ന് വ്യത്യസ്തമായി ശീലത്തിലൂടെ അഭ്യാസത്തിലൂടെ ഒക്കെ നാം നമ്മുടെ മുൻഗാമികളുടെ സാമൂഹ്യ പൈതൃകം ആർജിക്കുകയും ചെയ്യുന്നതാണ് സംസ്കാരം. അപ്പോൾ ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ ഒരു പെശക് ഈ ഡെഫിനിഷനിൽ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാമൂഹ്യമായി പല കാര്യങ്ങൾ നമ്മുടെ ജനിച്ച് വീഴുന്ന അവസരം മുതൽ നാം ആർജിക്കുകയാണ്. ഈ ആർജിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് പ്രവർത്തിച്ച് കാണിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് പ്രവർത്തിച്ച് കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാര്യം. അതിനെ ട്വിസ്റ്റ് ചെയ്യുവാനും അതിനെ മറിച്ചു കളയുവാനും ഒക്കെ കഴിയുന്ന ചില സമ്പ്രദായങ്ങൾ നമ്മൾക്കൊക്കെ ഉണ്ടാകാമല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം, കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു വസ്തുവല്ല, ഏതെങ്കിലും ഒരു മുറിയിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ല, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ആർജിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ കൂടിയും നമ്മൾ ആർജിച്ചത് വെളിപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ കൂടിയും നമ്മുടെ ചിന്തകൾ കൂടിയും നമ്മുടെ സംഭാഷണങ്ങൾ കൂടിയും നമ്മുടെ ഇടപാടുകൾ കൂടിയും അത് പുറത്തേക്ക് വരുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഇനി സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ മൂന്നായിട്ട് തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് സിവിലൈസ്ഡ് എന്നും സെമി സിവിലൈസ്ഡ് എന്നും അൺസിവിലൈസ്ഡ് എന്നും ഒക്കെ തിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൾച്ചേർഡ്,
അല്ലെങ്കിൽ സംസ്കാര സമ്പുഷ്ടർ എന്നാണ് പറയുന്നത്. സെമി സിവിലൈസ്ഡ് എന്ന് പറയുന്നത് അർദ്ധ സംസ്കാര സമ്പന്നരാണ്. അതുപോലെ മൂന്നാമത്തെ അൺസിവിലൈസ്ഡ്, സംസ്കാര ശൂന്യരാണ്. ശരിയായിട്ട് പറഞ്ഞാൽ ഈ തിരിക്കൽ ശരിയല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആർക്കാണ് സംസ്കാരം ഉണ്ടാവുക എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സംസ്കാര സമ്പുഷ്ടർ എന്ന് പറയുന്ന ലോകത്തിന് നെറുകയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നവർ സംസ്കാരം ആവശ്യം പോലെ ഉണ്ട്, സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ നിറകുടങ്ങളാണ് എന്ന് പറയുന്ന സാധാരണ മെയിൻലൈൻ സൊസൈറ്റിയിലെ ആൾക്കാർ ചെയ്യുന്നത് ഉടുപ്പൂരി കളയുന്ന പോലെയാണ് വിവാഹ മോചനം നടക്കുന്നത്. യൂറോപ്യൻ സംസ്കാരവും അതുപോലെ അമേരിക്കൻ സംസ്കാരവും ഒക്കെ ഇന്ന് ഇന്ത്യയിലേക്ക് വന്ന് എത്തിയതോടുകൂടി ഇവിടെയും ഈ വിവാഹമോചനത്തിന് അളവ് കൂടുന്നു. സംസ്കാര സമ്പുഷ്ടം എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ തന്നെ ഓരോ ദിവസവും എത്രയോ വിവാഹമോചന കേസുകളാണ് കോടതികളിൽ എത്തുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, സംസ്കാര സമ്പുഷ്ടരല്ല, അല്ലെങ്കിൽ സംസ്കാര ശൂന്യർ എന്ന് വിളിക്കുന്ന ഇപ്പോഴും കാടുകളിലും അതുപോലെ ഗുഹകളിലും അതുപോലെ പോക്കറ്റ്സ് ഓഫ് ദ കൺട്രിയിലും ഒക്കെ താമസിക്കുന്ന ആദിവാസികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഗോത്രവിഭാഗങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും വിവാഹമോചനം ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അവർ മെയിൻലൈൻ സൊസൈറ്റിയുമായിട്ട് മുഖ്യധാര സമൂഹമായിട്ടുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വെളിയിലെത്തിയപ്പോൾ അവരും ഇത് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, വിവാഹമോചനം എന്ന് പറയുന്നത് ഇല്ലാത്ത വിഭാഗങ്ങളാണ് പഴയ സംസ്കൃതി പിന്നിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് ആചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്കൊരു വേള ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഗോത്രവിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആ വിഭാഗങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഈ സംസ്കാരമില്ല അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അൺസിവിലൈസ്ഡ് എന്ന് പറയുവാൻ കഴിയുന്നത്? നമ്മുടെ നോട്ടത്തിൽ ഉള്ള വസ്ത്രം അവർക്കില്ല, നമ്മുടെ രീതിയിലുള്ള പുറം ലോകമായിട്ടുള്ള ബന്ധം അവർക്കില്ല, നമ്മളുടെ കയ്യിലുള്ള മോട്ടോർ വാഹനങ്ങൾ അവർക്കില്ല, നമ്മൾ ഉണ്ടാക്കുന്ന പോലെയുള്ള സുന്ദരമായ വീടുകൾ അവർക്കില്ല, നമ്മുടെ കൂട്ടിലുള്ള വിദ്യാഭ്യാസം നടത്തുന്ന മേഖലകൾ അവർക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അവരെ എങ്ങനെയാണ് സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞത്? അപ്പോൾ സംസ്കാരം ഇല്ലാത്തവരെന്ന് പറഞ്ഞ് പലരെയും വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സംസ്കാരം കൂടിക്കൂടി ഇപ്പോൾ അപരിഷ്കൃത സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യമാണ്. ആണാണോ പെണ്ണാണോ എന്ന് പല യുവാക്കളെയും യുവതികളെയും കണ്ടാൽ തിരിച്ചറിയുകയില്ല. വസ്ത്രം തന്നെ ഇല്ലാതെ നടക്കുന്ന, എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് എന്തോ വാങ്ങുവാൻ വേണ്ടി പണമില്ലാത്ത രീതിയിൽ പോകുന്ന രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ മൂക്കിൽ വിരൽ വെച്ച് നാം ലജ്ജിക്കേണ്ട രീതിയിൽ അല്പവസ്ത്രധാരികളായി പോകുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും യുവാക്കളെയും യുവതികളെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസ്കാര സമ്പുഷ്ടരാന്ന് പറയുന്നത്? അപ്പോൾ മനസ്സിലാക്കണം, ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവിഭാഗങ്ങൾ ഇപ്പോഴും വനാന്തരങ്ങളിൽ മറ്റും താമസിക്കുന്നവർ വേണ്ടവണ്ണം അവർ വസ്ത്രം ധരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മുഖ്യധാര വിഭാഗങ്ങൾ ജീവിക്കുന്ന ഉത്തുംഗ ശൃംഖങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നവർ, വലിയ ഉന്നത വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്നവരും സമൂഹം ആദരിക്കുന്നവരും ഉൾപ്പെടെ ഇന്നും അല്പവസ്ത്രധാരികളായി നടക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് കുറച്ച് വിഭാഗങ്ങളെ അൺസിവിലൈസ്ഡ് എന്ന് പറയുന്നത്? അപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് പഠിച്ചാൽ അൺസിവിലൈസ്ഡ് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ സംസ്കാര ശൂന്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. എന്നെ ഇന്ന് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.